ഹലോ, ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ വെയിലേറ്റിട്ട് വന്ന ആ ഒരു കറുപ്പ് നിറവും കരിവാളിപ്പും എല്ലാം മാറാനും മുഖം നല്ല നിറവും തിളക്കവും വരാനും സഹായിക്കുന്ന നല്ലൊരു ഫേസ് പാക്കാണിത്. ഈ ഫേസ് പാക്ക് നിങ്ങൾക്ക് ഡെയിലി യൂസ് ചെയ്യുക. പിന്നെ ഓരോരുത്തരുടെ സ്കിൻ ടൈപ്പിനനുസരിച്ചാണ് ഇതിൻ്റെ റിസൾട്ട് ഫാസ്റ്റ് ആയിട്ടും അതേപോലെ തന്നെ കുറച്ച് ലേറ്റ് ആയിട്ടെല്ലാം കിട്ടുന്നുണ്ടാകുക. അപ്പോൾ അതിനനുസരിച്ച് നിങ്ങൾ ചെയ്ത് നോക്കുക. അറ്റ്ലീസ്റ്റ് ഒരു മാസമെങ്കിലും നിങ്ങളിത് കണ്ടിന്യൂസ് ചെയ്യുകയാണെങ്കിൽ ഉറപ്പായിട്ടും മുഖത്ത് കാര്യമായ മാറ്റം തന്നെ സംഭവിക്കുന്നതായിരിക്കും. അപ്പോൾ ഈ ഒരു ഫേസ് പാക്ക് എങ്ങനെയാണ് തയ്യാറാക്കുക നമുക്ക് വീഡിയോ കാണാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ദയവ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് മുഖം ഒന്ന് ക്ലീൻ ചെയ്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് 1 ടേബിൾ സ്പൂണോളം പാലിലേക്ക് 1 ടേബിൾ സ്പൂണോളം നമ്മൾ ഗ്ലിസറിൻ ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. നന്നായി മിക്സ് ചെയ്തെടുക്കുക. ഇത് ഉപയോഗിച്ചിട്ട് നമ്മളെ മുഖം ഒന്ന് ക്ലെൻസ് ചെയ്തെടുക്കുക. മുഖത്തിലുള്ള എല്ലാ പൊടിപടലങ്ങളും അഴുക്കും എല്ലാം ഈ ഒരു ക്ലെൻസിങ്ങിലൂടെ പോകുന്നതായിരിക്കും. ഇത് നിങ്ങളിനി ഡെയിലി ഫേസ് പാക്ക് യൂസ് ചെയ്യാണ്ട് ഡെയിലി ഇങ്ങനെ ചെയ്യാന്നാണെങ്കിൽ തന്നെ നിങ്ങളെ മുഖത്തുള്ള എല്ലാ അഴുക്കുകളും പോയി കിട്ടാനും മുഖം നല്ല തിളങ്ങാൻ ഇത് സഹായിക്കും കേട്ടോ. ഗ്ലിസറിനും പാലും നമ്മുടെ സ്കിൻ വൈറ്റനിങ്ങിന് അതേപോലെ തന്നെ നമ്മുടെ സ്കിന്നിന് ഒരുപാട് യൂസ്ഫുൾ ആയിട്ടുള്ള 2 സാധനമാണ് ഇത് രണ്ടും. അപ്പോൾ ചിലർക്ക് പാല് മുഖക്കുരു ഉണ്ടാക്കും. അങ്ങനെയുള്ളവരാണെങ്കിൽ സ്കിപ്പ് ചെയ്യുക. ഗ്ലിസറിന് മാത്രം ഉപയോഗിച്ചിട്ട് ഒരു കോട്ടൺ തുണി ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് വൈപ്പ് ചെയ്തെടുക്കാവുന്നതേ. അപ്പോൾ 2 മിനിറ്റ് മസാജ് ചെയ്തിട്ട് വേണം കേട്ടോ തുടച്ചാളിയാന്. ഇനി അടുത്തതായിട്ട് നമുക്ക് പാക്ക് തയ്യാറാക്കാം. അതിന് വേണ്ടത് ഓട്സ് പൗഡർ 1 ടേബിൾ സ്പൂണോളം ഓട്സ് പൗഡറിലേക്ക് 1 ടേബിൾ സ്പൂണോളം അലോവേര ജെല്ലും പാലും ഒഴിച്ചിട്ടൊന്ന് മിക്സ് ചെയ്യുക. അപ്പോൾ പാലിൻ്റെ ഒരു കൺസിസ്റ്റൻസി എന്ന് പറയുന്നത് നമുക്ക് ആ ഒരു ഫേസ് പാക്കിൻ്റെ കൺസിസ്റ്റൻസി കിട്ടുന്ന രൂപത്തിനനുസരിച്ചിട്ട് നമ്മൾ പാൽ ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ പാൽ ഒരു 1-2 ടേബിൾ സ്പൂണോളം പാൽ മതിയാവും. പാൽ തിളപ്പിക്കുകയൊന്നും ചെയ്യേണ്ട. പച്ചപ്പാൽ ഒഴിച്ചിട്ട് ഒന്ന് ഫേസ് പാക്കിൻ്റെ കൺസിസ്റ്റൻസി ആക്കിയെടുക്കുക. ഇനി നമ്മൾ നേരത്തെ ക്ലെൻസ് ചെയ്ത ഫേസിലേക്ക് ഇത് നന്നായിട്ട് മസാജ് ചെയ്ത് തേച്ച് പിടിപ്പിച്ച് കൊടുക്കുക. 2 മിനിറ്റ് മസാജ് നിങ്ങൾ എന്തായാലും കൊടുക്കുക കേട്ടോ. കാരണം നമ്മൾ മുഖം മസാജ് ചെയ്യുന്നതിനനുസരിച്ചിട്ട് നമ്മൾ ചെറുപ്പം നിലനിർത്താനും നമ്മളെ സ്കിന്നിലുള്ള ആ ഒരു ബ്ലഡ് സർക്കുലേഷൻ ഇൻക്രീസ് ചെയ്യാനൊക്കെ സഹായിക്കും ഈ മസാജിങ് എന്ന് പറയുന്നത്. അപ്പോൾ 2 മിനിറ്റ് മസാജ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഒരു 25 മിനിറ്റെങ്കിലും മിനിമം നിങ്ങൾ ഈ ഫേസ് പാക്ക് ഫേസിൽ വെക്കുക. അല്ലാന്നാണെങ്കിൽ ഡ്രൈ ആകുന്നത് വരെ വെയിറ്റ് ചെയ്യുന്ന സമയം ഉണ്ടെങ്കിൽ ഡ്രൈ ആകുന്നത് വരെ വെയിറ്റ് ചെയ്യുക കേട്ടോ. ഡ്രൈ ആയതിനു ശേഷം നമുക്കിത് സാധാരണ വെള്ളത്തിൽ കഴുകിക്കളയാവുന്നതാണ്. അപ്പോൾ 25 മിനിറ്റ് മിനിമം എന്തായാലും നിങ്ങൾ വെക്കണം കേട്ടോ. ഓട്സ് പൗഡർ പൊടിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക. നല്ല ഫൈൻ പൗഡറായിട്ട് നിങ്ങൾ പൊടിച്ചിരിക്കൽ നിർബന്ധമാണ്. ഫൈൻ പൗഡർ അല്ലെങ്കിൽ നിങ്ങൾക്കിത് ഡെയിലി യൂസ് ചെയ്യാൻ പറ്റില്ല. കാരണം അതൊന്ന് സ്ക്രബായിട്ട് ആക്ട് ചെയ്യും. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക കേട്ടോ. ഇത് ഡ്രൈ ആയിട്ട് കഴുകിക്കളയാം. അപ്പോൾ ഇത് നന്നായിട്ട് തന്നെ ഡ്രൈ ആയിട്ടുണ്ട്. ഞാനിത് സാധാരണ വെള്ളത്തിൽ കഴുകിക്കളയാണ്. ആ ഒരു കഴുകുന്ന സമയത്ത് തന്നെ എല്ലാ സ്കിൻ ടൈപ്പുകാർക്കൊന്നും ഞാൻ പറയുന്നില്ല. നോർമൽ സ്കിന്ന് അതേപോലെ തന്നെ ഡ്രൈ സ്കിന്ന് ഓയിലി സ്കിൻ അങ്ങനെ ഒരുപാട് ടൈപ്പ് സ്കിന്നുണ്ട്. അപ്പോൾ ഓരോരുത്തർക്കും പല രീതിക്കാണ് റിസൾട്ട് ഉണ്ടാകുക. എൻ്റേത് ഒരു നോർമൽ ടൈപ്പ് സ്കിന്നാണ്. അപ്പോൾ എനിക്ക് ഫസ്റ്റ് യൂസ് തന്നെ നല്ല റിസൾട്ട് ഉണ്ട്. അപ്പോൾ ഇത് ആ ഒരു റിസൾട്ട് ഒരു 24 hours മാത്രമേ ഉണ്ടാവൂ. നിങ്ങൾക്കത് പെർമനൻ്റ് ആയിട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ ചെയ്യണം. അപ്പോൾ നിങ്ങൾക്ക് 2 കൈയും വെച്ചിട്ടുള്ള ഒരു ഡിഫറൻസ് മനസ്സിലാകുന്നുണ്ടാവുമെന്ന് വിചാരിക്കുന്നത്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്യുക. ട്രൈ ചെയ്തതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായം കമൻറ്റിലൂടെ വന്ന് അറിയിക്കുക. ഇത്തരം വീഡിയോസ് കാണാൻ ഇഷ്ടപ്പെടുന്നവരാ നിങ്ങളെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അടുത്തുള്ള ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്യാന്നാണെങ്കിൽ ഞാൻ ഫ്യൂച്ചറിലിടുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കും. അടുത്ത നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.